എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ശക്തമായ മഴയാണ്. പുറത്തു വരെ ഒന്ന് പോയതാണ്, പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിൽ ശക്തമായ രീതിയിൽ മഴ നിന്ന് പെയ്യുക. പിന്നെ മഴയല്ലേ നമുക്ക് നല്ലതല്ലേ, ആവശ്യമാണ്. ഈ വർഷം മഴ കുറവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ മാസങ്ങളിലൊക്കെ ശക്തമായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. സന്ധ്യാസമയത്ത് നല്ല ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. ഇത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ശക്തമായ മഴ പെയ്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്രമാത്രം ശക്തമായ മഴ ഉണ്ടായിരിക്കും ചിന്തിച്ച് നോക്കും. എന്തായാലും മഴ നമുക്ക് കിട്ടുന്നൊരു അനുഗ്രഹമാണ്. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഈ പണിക്കാരൊക്കെ പണി കഴിഞ്ഞിറങ്ങിയ സമയമാണ്. അപ്പോൾ അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടാണ്. കാൽനട യാത്രക്കാർക്കും ടൂ വീലർ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ പ്രശ്നമാണ്. പിന്നെ മഴ അങ്ങോട്ട് കനത്തപ്പം കണ്ണ് കാണാത്ത മഴയാണ്. അപ്പോൾ ടൂ വീലുകാർക്കും സൈക്കിളുകാർക്കും ഒക്കെ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം അതുമാത്രം വലിയ മഴത്തുള്ളിയാണ്, കണ്ണിലേക്ക് ശക്തമായിട്ട് വന്നിരിക്കുക. അതായത് കുറച്ച് നേരത്തേക്ക് കാണും, ചിലപ്പോൾ നിന്ന് പിടിച്ചാൽ അങ്ങ് ചെയ്യും. എന്നാലും നമ്മളിതൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം സമയാസമയങ്ങളിൽ തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ നമ്മൾ നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കാം. മനുഷ്യന് മഴയൊക്കെ ചിലപ്പം വെറുപ്പായിട്ട് തോന്നും. എന്നാൽ മഴയെന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. അതുപോലെ വഴിയോര കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആളുകൾ വരത്തില്ല. വഴിയോര കച്ചവടം ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞത്, പണി കഴിഞ്ഞ ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് അരക്കിലോ റംബുട്ടാൻ വാങ്ങിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മഴയായതുകൊണ്ട് റംബുട്ടാൻ വാങ്ങാനൊന്നും ആരും നിർത്തുന്നില്ല. എല്ലാവരും വണ്ടി നിർത്താതെ പോകുക. റംബുട്ടാൻ നിൽക്കുന്ന ചേട്ടനും ഇങ്ങനെ നിൽക്കുക. എന്താ ചെയ്യാൻ? ഓരോ സമയത്തും ഓരോ നിലയിലാണ് മഴയുടെ സാഹചര്യങ്ങൾ. പകലൊക്കെ ശക്തമായ വെയിൽ. ആ വെയിൽ അങ്ങോട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് കാറെടുത്ത് ഉരുണ്ടുകൂടി വന്നിട്ട് വെടിക്കെട്ട് പോലൊരു ഒറ്റ മഴയാണ്. അപ്പോൾ തന്നെ നിൽക്കും. പകലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മഴ നോക്കി കേട്ടോ, ഇപ്പോഴത്തെ മഴ നിന്ന് പെയ്യുക. എല്ലാവർക്കും മഴയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നല്ല സുഖമാണ്. ഉറക്കം വരാൻ എളുപ്പമുണ്ട്, ചൂടില്ലല്ലോ. ആവിയൊക്കെ ഇല്ലാത്തൊരു നല്ല കാലാവസ്ഥ. എന്തായാലും മഴയൊക്കെ കാണുമ്പം നമ്മളൊന്ന് ഭയപ്പെടണം. ഈ പ്രശ്ന സങ്കീർണമായ മേഖലയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു മുൻകരുതൽ എപ്പോഴും നല്ലതാണ്. അപകടമല്ലേ, മഴയല്ലേ, നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ മരങ്ങളെപ്പോഴും ഒടിഞ്ഞു വീഴാനും കടപുഴകി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ടി നിൽക്കുന്ന മരങ്ങളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. എല്ലാവരും വളരെ സൂക്ഷിക്കുക. എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ ആരും സൂക്ഷിക്കത്തില്ല. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.